അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ വോയിസ് ഓഡിയബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അൽ മുർഷിദിൻ്റെ ഇന്നത്തെ ഈ സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യ അധ്യാപകൻ ഡോക്ടർ ഹാരിസ് ശേരി മുട്ടാഞ്ചേരിയാണ്. എൽമുൻ നഹ്വ് ഒരു അറബിക് ഭാഷാ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അസാസിയായ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് പ്രത്യേകം നമ്മോട് പറയേണ്ടതില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ലാസ്റ്റ് എക്സാം UP എക്സാമിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നെഹ്വിൽ ചോദിച്ചത്? 20ന്റെ മുകളിൽ ചോദ്യങ്ങൾ നെഹ്വിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മെ എത്രത്തോളം ഈ വിഷയത്തിൽ പാണ്ഡിത്യം നമുക്കുണ്ടായിരിക്കണം എന്ന് നമ്മൾ അറിയിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സെഷനിൽ കഴിഞ്ഞ ലാസ്റ്റ് UP എക്സാമിന്റെ ചോദ്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഹാരിസ് സർ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. എല്ലാവരെയും അൽ മുർഷിദിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഹാരിസ് സാറിന് ഉണ്ടാവണം എന്നൊരു പ്രത്യേക റിക്വസ്റ്റായി. കാരണം ഒരു ഭംഗി വാക്കായിട്ട് പറയല്ല, അത്രത്തോളം തിരക്കുകൾക്കിടയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളുമായി റിക്വസ്റ്റുമായി ചെല്ലുമ്പോൾ ആ തിരക്കുകളെ ഒന്നും വകവെക്കാതെ പരമാവധി സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് ഒന്ന് അൽ മുർഷിദ് കൂട്ടായ്മ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ്, എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അതല്ല എന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. രണ്ട്, അൽ മുർഷിദിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നൂറുകണക്കിന് ആളുകളിലേക്ക് ഇത് കൈമാറാൻ, ഈ അറിവ് പകരാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. തീർച്ചയായും അള്ളാഹു അവരുടെ ഈ സമയത്തിനും ഈ ചെലവഴിക്കലിനുമൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നമുക്കൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ്. ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ നെഹ്വിലേക്ക് തിരിച്ചു വരുന്നതും നെഹ്വിലെ അടിസ്ഥാന പാഠങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് ഹാരിസ് സാറിന്റെ വിശാലമായ ക്ലാസ്സുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാണ്, ഏതൊരു വിദ്യാർത്ഥിക്കും നെഹ്വിന്റെ പാഠങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തെ പോലെ ഇന്ന് അവൈലബിൾ ആയ ഒരാളില്ല എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെ നിർത്തി ഭംഗിവാക്കി പറയല്ല, അതൊരു മനസ്സിൽ തട്ടിയ വാചകങ്ങളാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തെ ഹൃദ്യമായി അൽ മുർഷിദിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഈ ക്ലാസ് ഹൃദ്യമാവട്ടെ, ഏറെ ഉപകാരപ്രദമാവട്ടെ, വരുന്ന PSCയിലേക്ക് എളുപ്പമാക്കാനുള്ള ഒരവസരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഹാരിസ് സാറെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഡിയബിൾ ആണല്ലേ? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ബഷീർ സാർ, മറ്റു വിദ്യാർത്ഥിനികളെ, അൽ മുർഷിദിനെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്തായിട്ട് ധാരാളം ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് പഠിതാക്കൾക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചിന്തിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച, അല്ലെ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്നുള്ളതാണ് വളരെ സന്തോഷം. അത് കാരണമായിട്ട് ഒരുപാട് ആളുകൾക്ക് PSC ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും മറ്റു മേഖലയിലേക്കൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സിൽ വിളിച്ചാൽ പരമാവധി, ഇപ്പോ സാറ് പറഞ്ഞതുപോലെ എനിക്ക് വെക്കേഷൻ ഒന്നുമില്ല, ക്ലാസ് ഉണ്ട്. PG ഫസ്റ്റ് ഇയറും ഫസ്റ്റ് ഇയറിലൊക്കെ എക്സാം നടക്കുന്നതാണ് അടുത്ത വീക്കിൽ. അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുണ്ട്, അതിന്റെ ഒക്കെ തിരക്കുണ്ട്. എന്നാലും ആ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വരാറുള്ളത്. വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇൽമുൻ നഹ്വിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകം പറയേണ്ടതില്ല. ഈ കഴിഞ്ഞ UPക്ക് 22 ചോദ്യങ്ങളാണ് നെഹ്വിൽ നിന്ന് വന്നത്. അപ്പൊ അടുത്ത കാലത്തായുള്ള, നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചാൽ മാത്രമേ ഏത് മേഖലയിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഒരു 10 വർഷം മുമ്പുള്ള ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കി. അത് ഏകദേശം ഇന്നത്തെ PSCക്ക് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 100ൽ 100ഉം എഴുതാൻ കഴിയുന്ന രൂപത്തിൽ സിമ്പിളായുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിപ്പോ LPയുടെ ചോദ്യങ്ങൾ പോലും നന്നായിട്ട് പരിജ്ഞാനമുള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ രൂപത്തിലേക്ക് മാറിയ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ലിറ്ററേച്ചർ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ലിറ്ററേച്ചർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷയിൽ വലിയ പ്രാവീണ്യത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ലിറ്ററേച്ചറിന്റെ കുറെ, ഹാഫിൽ ഇബ്രാഹിമിനെ കുറിച്ച് അദ്ദേഹം ഷായിർ നീലാണ് എന്ന് പറഞ്ഞു, അതുപോലെ ഇങ്ങനെ മെമ്മറി പവർ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഒരുവിധം മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ ഈ അടുത്ത കാലത്തിന് മുൻപുള്ള പരീക്ഷകൾക്കൊക്കെ സാധിക്കുമായിരുന്നു. ഇന്നത് മാറി.
ഇന്നിപ്പോ ഈ കഴിഞ്ഞ യു പിയിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ആ ഭാഗത്ത് നിന്ന് ലിറ്ററേച്ചറിന് വന്നത്. ബാക്കിയൊക്കെ നെഹ്വ്, അറൂല്, ബലാഗ, ട്രാൻസ്ലേഷന്, തുർക്കു തദ്രീസ് ഒക്കെയാണ് ഞാൻ അത് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കാണാതെ പഠിച്ച് എഴുതാൻ പറ്റിയ വിഷയങ്ങളല്ല. അതെല്ലാത്തിനും ഭാഷാ പരിജ്ഞാനം ആവശ്യമാണ്. ഇപ്പൊ ഞാൻ നെഹ്വിന്റെ ക്ലാസ് ഫോക്കസിൽ ഞാൻ ഓൺലൈനായിട്ട് എടുക്കുന്ന ആദ്യ ക്ലാസ് മുതൽ ഞാൻ അവരോടൊക്കെ പറഞ്ഞതും പിന്നെ എല്ലാ വിദ്യാർത്ഥികളോടും പറയുന്ന കാര്യവും നെഹ്വ് എന്നല്ല, നിങ്ങൾ അങ്ങനത്തതൊക്കെ തന്നെ പരീക്ഷാ പഠനം എന്നതിൽ നിന്നും മാറി ആ ഭാഷ പഠിക്കുക എന്നതിലേക്ക് നമ്മൾ വരണം. അറബി ഭാഷ കൈകാര്യം ചെയ്യുകയും അത് താല്പര്യപ്പെടുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മൾ ആ ഭാഷയിൽ പ്രാവീണ്യം നേടാൻ വേണ്ടി എല്ലാ ഫന്നും ബലാഗയാവട്ടെ, അറൂലാവട്ടെ, നെഹ്വാട്ടെ ഒക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നേടിയാൽ പിന്നെ പരീക്ഷ സിമ്പിൾ ആയിരിക്കും. പരീക്ഷ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽമുൻ നെഹ്വ് എന്നുള്ളത്. പ്രത്യേകിച്ചും വബഅദു ഫൽ ജാഹിലു ബിൻ നഹ്വി തുകിർ ഇത് കുല്ലു ഇൽമിൻ ഫഇലഹി യഫ്തഖിർ എന്നാണ്. ഏതൊരു മനുഷ്യനും അറബി ഭാഷ പഠിക്കുന്നവൻ നെഹ്വ് ഇല്ലെങ്കിൽ അവൻ ജാഹിലാണ്. അപ്പോൾ അവനെ ജാഹിലായിട്ടേ പരിഗണിക്കാൻ കഴിയൂ. യാതൊരു സ്ഥാനവും അറബി ഭാഷയിലോ അല്ലെ അറബി പരിജ്ഞാനമുള്ളവരടുക്കലോ അവൻ ഉണ്ടാവുകയില്ല നെഹ്വിനെ കുറിച്ച് അറിവില്ല എങ്കിൽ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുകയും ഭാഷ പരമാവധി സ്വായത്തമാക്കാനും ശ്രമിച്ചാൽ ഇനി വരുന്ന PSCകളിലൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു പോയിട്ട് എഴുതി വിജയിക്കാം എന്ന ഒരു കാര്യം സാധ്യമല്ല എന്നാണ് ഈ അടുത്തുള്ള ക്വസ്റ്റ്യനുകളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ കൂടുതൽ ആമുഖം പറയുന്നില്ല. ഇൻഷാ അള്ളാഹ് ഈ വന്ന ഒരു 22 ക്വസ്റ്റ്യൻ അതുമായി അഡീഷണലായിട്ട് നമുക്ക് എന്തൊക്കെ പറയേണ്ടതുണ്ടോ പ്രധാനപ്പെട്ട പോയിന്റുകളും അവസാനം നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ചോദ്യവുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവസാനം നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആൻസറുകളൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അയക്കുകയും ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അള്ളാഹ്. ഒന്നാമത്തെ ചോദ്യം അതതുമായി ബന്ധപ്പെട്ടു വന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ഇഹ്ദ അശറത്ത എന്നുള്ളതാണ് ശരിയായ ആൻസർ. വളരെ ഞാൻ അതതിനെ കുറിച്ച് പറയുമ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാ ക്വസ്റ്റ്യനിലും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി, ഒരു വിധം ചോദ്യങ്ങളൊക്കെ എടുത്തു നോക്കി, പഴയ ക്വസ്റ്റ്യനുകളൊക്കെ. അതതിന്റെ ഒരു ചോദ്യം വരാത്തത് എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല. LP ആവട്ടെ, UP ആവട്ടെ, HSA ആവട്ടെ, അല്ലെങ്കിൽ കേട്ടറ്റ് ആവട്ടെ, അതിൽ പോലും ഒരു ചോദ്യമെങ്കിലും PSCയെ സംബന്ധിച്ച് ഒരു ചോദ്യത്തിനും ഒരു മാർക്കിനും വിലയുണ്ട്. ചിലപ്പോൾ ഒരു മാർക്ക് കൊണ്ടായിരിക്കാം 10ഉം 25ഉം റാങ്ക് പിന്നിലേക്ക് തള്ളിപ്പോകുന്നത് പോലും. ആ ഒരു മാർക്ക് നമുക്ക് ഷുവറാണ് അതതൊന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ. ഞാൻ ഫുള്ളായിട്ട് ഇവിടെ പറയുന്നില്ല, ഒരിക്കലും ഞാൻ എടുത്തിട്ടുണ്ട് ക്ലാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൽ ഞാൻ അതത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ചോദ്യത്തിൽ വന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാണ്. 11 എന്നുള്ളത് 2 രൂപത്തിലെ വരൂ. മുദക്കർ ആണെങ്കിൽ 11ന് അഹദ അഷറ എന്ന്, അഹദ അഷറയാണ് മുദക്കറിന്റെ കൂടെ ഉപയോഗിക്കുക. എണ്ണുന്ന വസ്തു മുദക്കർ ആണെങ്കിൽ ഇപ്പൊ അഹദ അഷറ ത്വാലിബൻ, അഹദ അഷറ കിതാബൻ, അഹദ അഷറ ബാബൻ, മുദക്കർ ആയതിന് എണ്ണുമ്പം അഹദ അഷറ. മുഅന്നസ് ആണെങ്കിൽ ഇഹ്ദാ അഷറത്ത, ഇഹ്ദാ അഷറത്ത ത്വാലിബത്തൻ, ഇഹ്ദാ അഷറത്ത മദ്രസത്തൻ, ഇഹ്ദാ അഷറത്ത കുല്ലിയത്തൻ. എണ്ണുന്ന വസ്തു മുഅന്നസ് ആണെങ്കിൽ ഇഹ്ദാ അഷറത്ത്. ഈ 2 എണ്ണമേ ഉള്ളൂ. ഒന്നെങ്കിൽ അഹദ അഷറ അത് മുദക്കറിന്റെ കൂടെ, അല്ലെങ്കിൽ ഇഹ്ദാ അഷറത്ത അത് മുഅന്നസിന്റെ കൂടെ. അപ്പൊ ഇവിടെ വന്ന ചോദ്യം മനസ്സിലാക്കിയാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഫിൽ മദ്രസത്തി ഉർഫത്തൻ, ഉർഫത്തൻ മുഅന്നസ് ആണ്, അത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചതാ. മൂന്നാമത്തെ ഇഹ്ദാ അഷറ എന്നതില്ല, നാലാമത്തെ അഹദ അഷറത്ത എന്നതും ഇല്ല, വെറുതെ കൊടുത്തതാ, അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. അപ്പൊ ആ 11 മനസ്സിലാക്കിയ ഒരാൾക്ക് 3ഉം 4ഉം ഇല്ലാന്ന് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ 1 ആണോ 2 ആണോ, അപ്പൊ വന്നത് മുഅന്നസ് ആണോ മുദക്കറാണോ നോക്കുക. വന്നത് മുഅന്നസ് ആയതുകൊണ്ട് ഇഹ്ദാ അഷറത്ത. ആ ഉർഫത്തിന്റെ സ്ഥാനത്ത് ഒരു കിതാബ് എന്നായിരുന്നെങ്കിൽ അഹദ അഷറ കിതാബൻ എന്നായിരുന്നു പറയേണ്ടി വരിക. അപ്പൊ ഈ 2 11ന്റെ നിയമം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണേ. അതതിന്റെ 3 മുതൽ 10 വരെ ഉള്ളതും അതിന് മുകളിലോട്ടുള്ളതും 100 എണ്ണുന്നതും വലിയ സംഖ്യകൾ എണ്ണുന്നതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കൽ അത്യാവശ്യമാണ്. 2 എളുപ്പമുള്ള ഒരു ചോദ്യമാണ് വന്നത്.
ഓക്കെ, രണ്ടാമത്തെ ഹൈഅത്തി സ്വാഹിബിഹി വഖ്ത ഹുദൂസിൽ ഫിഅലി എന്ന അൽ ഹാലു ഇസ്മുൻ യദുല്ലു. ഹാല് എന്നതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തത്. നമുക്കറിയാം, ഒന്നാമത്തത് അല്ലദീ ഫഅലൽ ഫിഅല, പ്രവർത്തി ചെയ്ത ആള്, അത് ഫായിലിന്റെ ഡെഫിനിഷനാണ്. രണ്ട്, അല്ലദീ വഖഅ അലൈഹിൽ ഫിഅൽ, പ്രവർത്തി ആരിലാണോ സംഭവിച്ചത് അല്ലെ എന്തിലാണോ സംഭവിച്ചത് അത് മഫ്ഊലാണ്. അസ്സമനുല്ലദീ വഖഅ ഫീൽ ഫിഅലു, പ്രവർത്തി സംഭവിച്ച സമയം എന്നുള്ളത് ഇസ്മു സമാൻ അല്ലെ ലർഫാണ്. അപ്പൊ ഇത് മൂന്നിന്റെ ഡെഫിനിഷൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഹാലിൻ്റെതാണ്. ഹാല് ഒരു പ്രവൃത്തി സംഭവിക്കുമ്പോൾ അതിന്റെ സ്വാഹിബിന്റെ അവസ്ഥയെ വ്യക്തമാക്കുന്നതിനാണ്. മുഹമ്മദ് വന്നു, മാഷിയൻ, വരുന്ന സമയത്ത് മുഹമ്മദിന്റെ അവസ്ഥ പറയാണ്, നടന്നവനായിട്ടാണ് വന്നത്, അങ്ങനെ പറയുന്നതിനാണ് ഹാൽ എന്ന് പറയാ. അപ്പം അൽ ഹാൽ ഇസ്മുൻ യദുല്ലു അലാ ഹൈഅത്തി സ്വാഹിബിഹി വഖ്ത ഹുദൂസിൽ ഫീലി എന്നുള്ളതാണ് ശരിയായത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നോട്ട് ചെയ്ത് വെക്കണേ. 3, സ്ക്രീന് കാണാൻ പറ്റാത്തവർ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് വീണ്ടും കയറി നോക്കുക. സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, ശരിയായത് ബി ആണ്. അഫ്ആൽ ഖംസയാണ്. തുൻസബു വതുജ്സമു ബിഹദ്ഫിൻ നൂനി, നൂനെ കളിയൽ കൊണ്ട് ജസ്മുൻ നസ്ബും കിട്ടുന്നത് അഫ്ആലുൽ ഖംസക്കാണ്. അഫ്ആൽ ഖംസ എന്ന് പറഞ്ഞാല് നമുക്കറിയാവുന്ന ഹുവ കുല്ലു ഫിഅലിൻ മുളാരിഇൻ ഇത്തസല ബിഹി അലിഫുൽ ഇസ്നൈനി ഔ വാവുൽ ജമാഅ ഔ യാഉൽ മുഖാത്തബ്. അലിഫുൽ ഇസ്നൈനിയോ വാവുൽ ജമാഅത്തോ യാ ഉൽ മുഖാത്തബത്തോ ചേർന്ന് വന്നിട്ടുള്ള മുലാരിയായ ഫിഅലിനാണ് അഫ്ആൽ ഖംസ എന്ന് പറയുന്നത്. അപ്പൊ യഫ്അൽ യഫ്അലാനി എന്ന് പറയുന്ന 17 രൂപം എടുത്തു കഴിഞ്ഞാൽ 5 ഫിഅലുകളാണ് അഫ്ആൽ ഖംസ. അതുകൊണ്ടാണ് 5 ഫിഅലുകൾ എന്ന അർത്ഥം അതിന് വരുന്ന പേരും കൊടുത്തത്. യഫ്അലാനി തഫ്അലാനി, അത് രണ്ടും അലിഫുൽ ഇസ്നൈൻ ചേർന്നത്. യഫ്അലൂന തഫ്അലൂന, അത് രണ്ടും വാവുൽ ജമാഅത്ത് ചേർന്നത്. തഫ്അലീന യാ ഉൽ മുഖാത്തബത്ത് ചേർന്നത്. അങ്ങനെ യഫ്അലാനി തഫ്അലാനി, യഫ്അലൂന തഫ്അലൂന, തഫ്അലീന എന്നീ 5 എണ്ണമാണ് അഫ്ആൽ ഖംസ എന്നറിയപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടത്, അതതിനെ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാറുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചും മറച്ചും നമുക്ക് എഴുതാനും മനസ്സിലാക്കാനും ചോദ്യത്തിന്റെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനും ഉപകരിക്കുന്നതാണ് ഫർഇയായ ഇഅ്റാബിന്റെ അലാമത്തുകൾ എന്നുള്ളത്. അത് അസ്ലിയായ ഇഅ്റാബ് എന്ന് പറയുന്നത് ലമ്മത്ത് കൊണ്ട് റഫ്, ഫത്ഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറ്, സുക്കൂന് കൊണ്ട് ജസ്മ് എന്നാണ്. എന്നാൽ ഇതിന് വിഭിന്നമായി വ്യത്യസ്തമായി കൊണ്ട് ലമ്മത്ത് കൊണ്ടായിരിക്കൂല റഫ്, ചിലപ്പോൾ വാവ് കൊണ്ടായിരിക്കും. ഫതഹത്ത് കൊണ്ടായിരിക്കൂല നസ്ബ്, ചിലപ്പോൾ അലിഫ് കൊണ്ടായിരിക്കും. അങ്ങനെ വ്യത്യാസപ്പെട്ടു വരുന്നതിന് പറയുന്ന പേരാണ് അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയാണ്. അത് 7 എണ്ണമാണ്. അത് 7 ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ ഇഅ്റാബും പഠിച്ചാൽ ഒരുപാട് ചോദ്യം നമുക്ക് മനസ്സിലാവും. അതിൽപ്പെട്ട ഒന്ന്, കാരണം പരീക്ഷയ്ക്ക് ഒരുപാട് തിരിച്ചും മറിച്ചും വരാറുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ അഫ്ആൽ ഖംസ അതിൽപ്പെട്ട ഒന്നാണ്. ആ അഫ്ആൽ ഖംസക്ക് ഇഅ്റാബ് എങ്ങനെയാണ്? ലമ്മത്ത് കൊണ്ട് റഫ് അല്ല, കസ്റത്ത് കൊണ്ട് ഫതഹത്ത് കൊണ്ട് നസ്ബ് എന്നതല്ല, സുക്കൂന് കൊണ്ട് ജസ്മ് എന്നതല്ല. അഫ്ആൽ ഖംസയുടെ ഇഅ്റാബ് പിന്നെ നൂന് കൊണ്ട് റഫും നൂനിനെ കളിയൽ കൊണ്ട് നസ്ബും ജസ്മും എന്നാണ്. സുബൂത്തിൻ നൂൻ യഫ്അലാനി തഫ്അലാനി എന്ന് പറയും റഫിന്റെ സമയത്ത്. യഫ്അലാ തഫ്അലാ യഫ്അലു എന്ന് നൂന് കളഞ്ഞുകൊണ്ട് പറയും നസ്ബിന്റെയും ജസ്മിന്റെയും സമയത്ത് എന്നുള്ളതാണ് അഫ്ആൽ ഖംസയുടെ ഇഅ്റാബ്. അപ്പൊ അവിടെ ചോദിച്ചത് തുൻസബു വ തുജ്സമു ബിഹദ്ഫിൻ നൂനി എന്നാണ്. നൂനെ കളിയൽ കൊണ്ട് ജസ്മും നസ്ബും കിട്ടുന്ന ഏതിനാണ് എന്നാണ് അഫ്ആൽ ഖംസക്കാണ്. ബാക്കി 6 എണ്ണവും കൂടി ഉണ്ട് ഈ ഫർഇയായ ഇഅ്റാബുകൾ വരുന്ന അസ്മാഉൽ ഖംസ, അതുപോലെ തന്നെ ജം മുദക്കർ സാലിം, ജം മുഅന്നസ് സാലിം, തസ്നിയ, മംനൂൻ മിന സർഫ്, അവസാനം മുഅത്തലായ മുളാരിയായ ഫീലി, ഇതൊക്കെ ഫർഇയായ ഇഅ്റാബിന്റെ അലാമത്ത് വരുന്നതാണ്. അതൊക്കെ ഏതാണെന്നും അതിന്റെ ഇഅ്റാബ് എന്താണെന്നും നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് ഉപകാരം നമുക്കുണ്ടാവും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണത്. 4. ഓക്കെ, സി ആണ്. ബദർ, കമർ, ഹിലാൽ ഇതുപോലത്തെ ചോദ്യങ്ങളും ഈ അടുത്തായി 2-3 പരീക്ഷകൾക്ക് കണ്ടു. ഫുള്ളി നെക്കിറയായത് ഏതാണെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്കിറ വിശാലമായി കിടക്കാണ്. മൈരിഫയെ മനസ്സിലാക്കിയാൽ ആ ബാക്കിയൊക്കെ നെക്കിറാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 7 തരമാണ് മൈരിഫയുള്ളത്.
അതൊന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അക്സാമുൽ മൈരിഫ സബ് എന്നാണ്, 7 എണ്ണമാണ്. ഒന്ന് ലമീറുകൾ. ലമീറുകളൊക്കെ മൈരിഫയാണ്. അത് ഏത് ലമീറായാലും അന, അൻത, ഹുവ ഒക്കെ. അലമുകൾ മുഹമ്മദ്, അബ്ദുള്ള എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന്റെ പേരുകളൊക്കെ എന്താണ്? മൈരിഫയാണ്. ഇസ്മുൽ ഇഷാറ ഹാദ, ഹാദിഹി ഒക്കെ മൈരിഫയാണ്. മൗസൂലന്റെ ഇസ്മു അല്ലദി, അല്ലദാനി ഇതൊക്കെ പറയുന്നത് മൈരിഫയാണ്. അലിഫ്ലാം ഉള്ള പദം, അലിഫ്ലാം ഉള്ള അർറജുല്, അൽ ബൈത്തു ഒക്കെ മൈരിഫയാണ്. അതുപോലെ മുനാദ മൈരിഫയായിട്ട് വരുന്നത്, മുനാദ മൈരിഫ യാ റജുലു എന്ന് പറയുന്ന ഒരു മുനാദ, പിന്നെ ഐർ മക്സൂദ അൽ മക്സൂദായിട്ട് വരുന്ന മുനാദ ഉണ്ട്. അതൊക്കെ എന്താവും? യാ എന്ന പദം വന്ന് നിദ ചെയ്യുന്നതോടുകൂടി മൈരിഫയാവും. അതുപോലെ മൈരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്തത്, മൈരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്ന പദം. അപ്പൊ മനസ്സിലാക്കേണ്ടത്, നെക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്താൽ മൈരിഫ ആവില്ല. കിതാബു സെയ്ദ് എന്ന് പറഞ്ഞാൽ കിതാബ് മൈരിഫയാണ്, കാരണം സെയ്ദ് എന്ന അലമാണ്, അലമിലേക്ക് ഇലാഫത്ത് ചെയ്തു. കിതാബു റജുലി എന്ന് പറഞ്ഞാൽ കിതാബ് മൈരിഫ ആവില്ല. അപ്പൊ മൈരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്തത് ഈ 7 എണ്ണമാണ് മൈരിഫയുടെ ഇനങ്ങൾ. അപ്പൊ നെക്കിറ മാത്രം വന്നത് ഏതെന്നാ? നമുക്ക് ഒന്നാമത്തെ എടുത്തു നോക്കിയാൽ കാണാം, അവിടെ നജിദ് എന്ന് വന്നു. നജിദ് എന്നുള്ള സ്ഥലപ്പേര്, നജിദു എന്നാക്കാണ് ഫീൽ ആയി. ഇനി അല്ല നജിദു എന്നാണെങ്കിൽ നജിദ് സ്ഥലത്തിന്റെ പേരാണ്, അലമാണ്. യാ റജുൽ മുനാദയാണ്, മൈരിഫയാണ്. സൗബുൽ വലത് പിന്നെ മൈരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്താണ്. അപ്പൊ അത് 3 മൈരിഫയാണ്. അടുത്തതിൽ അല്ലതി വന്നു, അത് മൗസൂലയാണ്, മൈരിഫയാണ്, ബാക്കി നെക്കിറയാണ്. 4-മത്തതിൽ ഹിയ വന്നു. ഹിയ എന്നത് ലമീറാണ്, അത് മൈരിഫയിൽപ്പെട്ടതാണ്. അർറജുല് അലിഫ്ലാം ഉള്ളതാണ്, അത് മൈരിഫയിൽപ്പെട്ടതാണ്. ഈ പറയപ്പെട്ട 7-ൽ 1 പോലും വരാത്തത് ബദർ, കമർ, ഹിലാൽ എന്ന് പറയുന്ന 3-മത്തെ ഓപ്ഷനാണ്. അവിടെ നെക്കിറയായ പദങ്ങളെ ഉള്ളൂ. അലമില്ല, അലിഫ്ലാം ഉള്ളതില്ല, മൗസൂലയില്ല, ഇസ്മുൽ ഇഷാറയില്ല, മുനാദയില്ല, ഒന്നും മൈരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്ത പദമില്ല. അങ്ങനെ മൈരിഫയുടെ ഒരു ഇനവും വരാത്ത ഫുള്ള് നെക്കിറയായിട്ട് വന്നത് 3-മത്തതാണ്. ആ മൈരിഫ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് തിരിച്ചും മറച്ചും അത് ഉപകാരപ്പെടും. അഞ്ച്. ഓക്കെ, ഒന്നാമത്തതാണ് ഇന്ന ഹാദൈനിൽ വലദൈനി ദാരിസാനി. കാരണം ഇന്ന വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന അഹ്വാത്തി ഇസ്മിന് നസ്ബും ഖബറിന് റഫ്ഉം ചെയ്യുന്നതാണ്. അതോടൊപ്പം വലദൈനി എന്ന് പറഞ്ഞ തസ്നി ആയതുകൊണ്ട് 2-മത്തതല്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ വന്നത് ഹാദാനി, ഹാത്താനി, ഹാദൈനി എന്നുള്ളതാണ്. ഹാദാനി, ഹാത്താനി എന്നൊക്കെ പറയുന്ന 2 എണ്ണത്തിനെ സൂചിപ്പിക്കാൻ വരുന്ന ഇസ്മുൽ ഇഷാറ തസ്നിയയുടെ ഇറാബാണ്. തസ്നിയയുടെ ഇറാബ് എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു, ഫർഈയായ ഇറാബുകളിൽ വരുന്നതാണെന്ന്. അലിഫ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നസ്ബും ജറും എന്നുള്ളതാണ് തസ്നിയയുടെ ഇറാബ്. അപ്പൊ ഇവിടെ നസ്ബിന്റെ സ്ഥാനത്ത് ഇന്നയുടെ ഇസ്മിന് നസ്ബും ഖബർ റഫ്ഉമാണല്ലോ. അപ്പൊ നസ്ബിന്റെ സ്ഥാനത്ത് വരുമ്പോ യാ ഉള്ളത് വരണം. ഇന്ന ഹാദൈനി, ഹാദൈനി ഇന്നയുടെ ഇസ്മാണ്, വലദൈനി അതിന്റെ ബദലാണ്, ദാരിസാനി എന്ന് പറയുന്നത് ഇന്നയുടെ ഖബർ മർഫൂം ബില്ലരിഫുമാണ്. അപ്പൊ ഇന്ന ഹാദൈനി എന്നുള്ള 1-മത്തതാണ് ശരിയായത്. അതായത് ആൻസർ ചിലപ്പോൾ നിങ്ങൾ പരീക്ഷന്റെ ക്വസ്റ്റ്യൻ കണ്ടും മറ്റൊക്കെ ഇന്നതാണ് വേഗം എഴുതിയ, അതിനേക്കാൾ ഉപരി എങ്ങനെ വന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നെഹ്വിലും അങ്ങനെ പഠിച്ചാൽ ഏതും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇനി അത് തിരിച്ചു വന്നാലും ഇന്ന ഹാദൈനിൽ വലദൈനി ഡാഷിന് കൊടുത്താൽ അടുത്ത പരീക്ഷയ്ക്ക് വരിക, ദാരിസാനി കൊടുക്കും, ദാരിസൈനി കൊടുക്കും. അപ്പൊ ദാരിസാനിയാണ് അവിടെ വരിക എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നയുടെ ഇസ്മാണിത്, അതിനുശേഷം വന്നത് ബദലാണ്, മുന്നേ വന്നതാണ് ഖബർ, ഖബറിന് ഇങ്ങനെയാണ് ഇറാബ് ഉണ്ടാവുക. ഇതൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് സാധിക്കൂ. ആ രൂപത്തിലേക്ക് പഠനത്തെ കൊണ്ടുപോകൽ അത്യാവശ്യമാണ്. 6. ഓക്കെ, സി ആണ്. അത്തിൽമീദാത്തു യദ്ഹബിന ഇലൽ മദ്രസ എന്നുള്ളതാണ്. കാരണം വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കാദ്യം. യദ്ഹബു റജുലു, യദ്ഹബു റജുലാനി, യദ്ഹബു റിജാൽ. ഇവിടൊക്കെ ഫായിലാണ് റജുലും, റജുലാനി, റിജാല്, ബിന്ദ്, ബിന്ദാനി. ആദ്യം ഫിഅല് പറഞ്ഞു, പിന്നീട് ഫായിലിനെ പറഞ്ഞു. ഇങ്ങനെ വരുന്ന സമയത്ത് യദ്ഹബു എന്നുള്ളത് റജുലു വന്നപ്പോഴും റജുലാനി വന്നപ്പോഴും റിജാല് വന്നപ്പോഴും യദ്ഹബു എന്ന് തന്നെയാണ്.
എന്നാൽ ബിന്ദു വന്നപ്പം തെദ്ഹബു എന്ന് മുഅന്നസായി എന്നല്ലാതെ ജമ്മാവുന്നില്ല. ബിന്ദു വന്നപ്പോഴും ബിന്ദാനി വന്നപ്പോഴും ബനാത്ത് വന്നപ്പോഴും തെദ്ഹബു 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 എന്ന് തന്നെയാണ് വന്നത്. അപ്പൊ ഫായിൽ അങ്ങനെ ശേഷം വരുന്ന സമയത്ത് ഫീലിന് ആദ്യം പറഞ്ഞു പിന്നെ ഫായിൽ പറയുമ്പോൾ എന്താവൂല, ജമ്മാവുക തസ്നിയാവുക എന്നത് ഫീലിന് സംഭവിക്കൂല. ഇനി തിരിച്ചു പറഞ്ഞാലോ, ഇതേ സെന്റൻസുകൾ തിരിച്ചു പറഞ്ഞാൽ ഒരു മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. لا إله إلا الله اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة والفضيلة. ഓക്കെ, അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബിന്ദാനി എന്ന് എഴുതാത്തത് അത് വിട്ടുപോയതാണ്. അൽ ബിന്ദാനി എന്നുണ്ട്, അതൊക്കെ അത് നൂന് ടൈപ്പിങ്ങിൽ വിട്ടതാണ്. അപ്പൊ ആദ്യം നമ്മൾ അത് എടുത്തു പറഞ്ഞു അർ റജുൽ എന്ന് പറയുകയാണെങ്കിൽ അർ റജുലു യദ്ഹബു, റജുലാനി എന്നാകുമ്പോൾക്ക് യദ്ഹബാനി എന്ന് പറയണം. റിജാലു യദ്ഹബൂന, ബിന്ദു തദ്ഹബു, അൽ ബിന്ദാനി തദ്ഹബാനി, അൽ ബനാത്തു യദ്ഹബുന. അപ്പൊ ആ പറയുന്നതിന് മുഫ്രദാണ്, മുഫ്രദ് തസ്നിയാണ്, തസ്നിയ ജമ്മാണ്, ജമ്മ് എന്ന രൂപത്തിൽ മാറണം. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് 2 രൂപത്തിലും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ചോദ്യം കണ്ടാൽ മനസ്സിലാക്കാം. ആ തിൽമീദാത്തു എന്നാണ്. അപ്പൊ തിൽമീദാത്ത് ജമ്മു മുഅന്നസാണ്. അപ്പൊ യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബുന എന്നുള്ളത് പറയണം. ഇനി ചിലപ്പോ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും ഡേഷ് അത്തിൽമീദാത്തു ഇലൽ മദ്രസ, ഡേഷ് ആദ്യം കൊടുക്കും, എന്നിട്ട് അത്തിൽമീദാത്ത് കൊടുത്തു, ഓപ്ഷനിൽ കൊടുക്കും യദ്ഹബുന തദ്ഹബു യദ്ഹബാനി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തെദ്ഹബു തിൽമീദാത്തു എന്നാണ് പറയാ. മുഅന്നസാക്കും, പക്ഷെ ജമ്മാക്കൂല. ആദ്യം ഫീല് പറയുമ്പോൾ തിരിച്ച് ഫീല് ശേഷമാണ് വരുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ മുബ്തദയായിട്ട് വന്നതിനനുസരിച്ചുകൊണ്ട് ഫീലിനെ മാറ്റൽ നിർബന്ധമാണ്. അപ്പൊ അത്തിൽമീദാത്തു എന്ന് പറയുമ്പോൾ യദ്ഹബിനൽ മദ്രസ, ആദ്യം യദ്ഹബ് പറഞ്ഞു കഴിഞ്ഞാൽ തെദ്ഹബു തിൽമീദാത്തു ഇലൽ മദ്രസ എന്നുമാണ് പറയേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇനി അടുത്തത് اختر العبارة الصحيحة نحويا من الآتية. ഓക്കെ, ബി ആണ് ശരിയായത്. ഇവിടെ ആദ്യം നമ്മളൊരു ഓപ്ഷൻ 4 വരുന്ന സമയത്ത് ആദ്യം ഒഴിവാക്കാൻ പറ്റിയത്, ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റിയ ഏതാന്ന് നോക്കാം, പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യാൻ എളുപ്പം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തേൽ ഇന്നൽ ഹാത്തേനിയാണ്, നാലാമത്തേലും ഇന്നൽ ഹാത്തേനിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചൊരു നിയമമുണ്ട്, മൈരിഫ. നമ്മളിപ്പോ നേരത്തെ പഠിച്ചു 7 ഇനങ്ങളാ മൈരിഫ ഉള്ളത്. മൈരിഫയിൽ പെട്ടതാണല്ലോ ഇസ്മുൽ ഇഷാറ. മൈരിഫയായ പദത്തിൽ ഒരിക്കലും അലിഫ്ലാം വരൂല. മൈരിഫയിൽ അലിഫ്ലാം വരൂല. അപ്പൊ 1ഉം 4ഉം പ്രത്യക്ഷത്തിൽ ഒഴിവാക്കാം. അതല്ല, ബാക്കി നോക്കണ്ട. ഇന്നൽ ഹാത്തൈനി അലിഫ്ലാം വന്നതോടുകൂടി അത് രണ്ടും തെറ്റാണെന്ന് മനസ്സിലായി. ഇനി 2ഉം 3ഉം എടുത്താൽ എളുപ്പമാണ്. നേരത്തെ നമ്മൾ പഠിച്ച് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പഠിച്ചതാണ്. ഇന്നയുടെ ഇസ്മിന് നസ്ബാണ്, ഹാദാനി ഹാത്താനി ഒക്കെ തസ്നിയയുടെ ഇറാബാണ്. അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറുമാണ്. അപ്പൊ അലിഫ് വന്നത് ശരിയാവൂല, യാ വന്നതേ ശരിയാവൂ. ഇന്ന ഹാത്തൈനി എന്നത് ഇന്നയുടെ ഇസ്മാണ്, ബിന്ദാനി എന്നത് ഇന്നയുടെ ഖബറാണ്, മുതിഅത്താനി എന്നത് ബിന്ദാനിയുടെ സിഫത്തുമാണ് എന്നുള്ളതാണ് അതിന്റെ ഇറാബ്. സംശയങ്ങളൊക്കെ എഴുതി വെക്കട്ടോ ആവശ്യമുണ്ടെങ്കിൽ. അടുത്തത് ഓക്കെ, 4ാമത്താണ് ശരിയായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നയും ഇന്നയും ഇന്നാഹവാത്ത് പഠിക്കുന്ന സമയത്ത് ഇന്നാന്ന് വായിക്കൽ നിർബന്ധമുള്ള സ്ഥലവും അന്നാന്ന് വായിക്കൽ നിർബന്ധമുള്ള സ്ഥലവും രണ്ടും ജായിസായ സ്ഥലങ്ങളും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് സിലയായിട്ട് വരുന്ന ജുംലയുടെ തുടക്കത്തിൽ ഇന്നാന്ന് വായിക്കൽ നിർബന്ധമാണ്. സില എന്ന് പറഞ്ഞാൽ എന്താ? മൗസൂലയായ അല്ലദീ, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി എന്നൊക്കെ പറയുന്ന മൗസൂലയ്ക്ക് ശേഷം ഒരു ജുംല വരും. ആ ജുംല സില എന്നറിയപ്പെടും. ആ സിലയിൽ നിന്നും മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ വേണം എന്നൊക്കെ നമ്മൾ സില പഠിക്കുന്ന സമയത്ത് പഠിച്ചാണ്. അപ്പൊ ആ സിലയായിട്ട് വരുന്ന ജുംലയുടെ തുടക്കത്തിൽ ഇന്നാന്ന് വായിക്കണം. അപ്പൊ അല്ലദിയാണ് ഇവിടെ വന്നത്. അപ്പൊ 1ാമത്തേൽ അന്നാന്നാണ്, 3ാമത്തേലും അന്നാന്നാണ്. അതോടുകൂടി 1ഉം 3ഉം തെറ്റാണെന്ന് ഉറപ്പായി. പിന്നെ ഇന്നി ഉമജ്ജിദു എന്നാണോ, ഇന്നി ഉമജ്ജിദുഹു എന്നാണോ? അതിനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ 2ാമത്തെ നിയമം. സിലയായിട്ട് വരുന്ന ജുംല, അത് ജുംലയാണ് സിലയായിട്ട് വരിക. ഇസ്മോ അല്ലെങ്കിൽ ഒന്ന് ഹർഫോ വരൂല, ജുംലയായിരിക്കും. ഒന്നെങ്കിൽ ഫേലിയ ജുംല അല്ല ഇസ്മിയ ജുംല. ആ ജുംലയിൽ മൗസൂലയിലേക്ക് മടങ്ങുന്ന ലമീർ വേണം. ഇവിടെ ഉമജ്ജിദുഹു എന്ന് പറയുന്ന ലമീറാണ് അല്ലദിയിലേക്ക് മടങ്ങുന്നത്. അല്ലദിയിലേക്ക് മടങ്ങുന്ന ലമീർ 3ാമത്തതിലില്ല. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ നഹ്വിയായിട്ട് 2 തെറ്റുകളും ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിയാൽ ഉർത്തുല്ലദി ഇന്നി ഉമജ്ജിദുഹു എന്ന് പറയുന്ന 4ാമത്തതേ ശരിയാവൂ എന്നുള്ളതാണ്. ഓക്കെ, ശരിയായത് ബി തന്നെയാണ്. ദഹബ സാരിഖു യഹ്രിസുഹുൽ ജുനൂദ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹ്രിസുൽ ജുനൂദ് എന്ന് പറയുന്ന ജുംല ഹാലാണ്. ഹാല് ജുംലയായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ സുലയിൽ പറഞ്ഞതുപോലെ ജുംലയായിട്ട് ഹാല് വന്നാൽ ഒന്നെങ്കിൽ വാവ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ലമീർ നിർബന്ധമാണ്, അല്ലെങ്കിൽ 2ഉം കൂടി വരണം എന്ന നിയമം ഹാലിലുണ്ട്. അപ്പം ഇവിടെയും എന്താണ് മീനിങ്? ദഹബ സാരിക്കു, കള്ളൻ പോയി, യഹ്രിസുഹുൽ ജുനൂദു, സൈന്യം അവന് കാവൽ നിൽക്കുന്നതായ സ്ഥിതിയിൽ അവൻ രക്ഷപ്പെട്ടു. സൈന്യം അവന്റെ ചുറ്റും വളഞ്ഞു നിൽക്കുന്നുണ്ട്, എന്നിട്ട് പോലും കള്ളൻ വല്ല രക്ഷപ്പെട്ടു, എസ്കേപ്പായി. അതതിന്റെ അർത്ഥം.
അപ്പൊ യഹ്രിസുഹു എന്ന് പറയുന്ന ഹു എന്ന ലമീർ അവിടെ വന്നതും അതോടൊപ്പം അതിനോട് യോജിച്ചതും അത് മാത്രമേ ഉള്ളൂ. യഹ്രിസൂന എന്ന് ജമ്മാക്കി പറയൂല, തഹ്രിസൂന എന്ന് പറയൂല, തഹ്രിസുൽ ജുനൂദ എന്നതും ശരിയാവൂല. ശരിയായത് ദഹബ സാരിഖു യഹ്രിസുഹുൽ ജുനൂദു എന്ന ജുംല മാത്രമാണ്. അത് ഞാൻ ഹാലെന്ന് പറഞ്ഞു തന്നാലും അതില്ലാതെ തന്നെ സെന്റൻസുകൾ മൊത്തം വായിച്ചാൽ വലിയ പ്രയാസമില്ലാതെ മനസ്സിലാക്കാവുന്ന ഒന്നാണ്. കാരണം യഹ്രിസൂനയും തഹ്രിസൂനും എന്തുകൊണ്ടും അല്ല എന്ന് മനസ്സിലാവും. പിന്നെ തഹ്രിസു എന്ന് പറയൂലല്ലോ സാരിക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ഇതും കൂടി ശ്രദ്ധിക്കുക, ഹാല് വരുന്ന അവസ്ഥയും കൂടി. ഇനി ഇഖ്തർ ഇബാറത്തുൽ ഖാത്തിയ, നമ്മൾ അതും ചോദ്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പം സ്വഹീഹായതായിരിക്കും, ചിലപ്പോൾ ഖാത്തി ആയിരിക്കും പറയാം. അതെ, ഒന്നാമത്താണ് തെറ്റുള്ളത്. കാരണം ഇത് ഇസ്തസ്നയിൽപ്പെട്ടതാണ്. ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പോഴുള്ള നിയമം വളരെ വളരെ ശ്രദ്ധിക്കാൻ. ഇതിലേക്ക് മടങ്ങി വരാം. അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട്, ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പം ജാഅ തുല്ലാബു ഇല്ല അലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്ലാബാണ് മുസ്തസ്ന മിൻഹു. അവിടെ ഇല്ല എന്നത് ഈ അർഫുൽ ഇസ്തസ്നയും അലിയൻ എന്നത് മുസ്തസ്നയുമാണ്. അപ്പൊ ഏതിനെയാണോ ഇസ്തസ്ന ചെയ്യുന്നത് അതാണ് ഇല്ലക്ക് ശേഷം വരിക. ആ മുസ്തസ്നയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുൻപ് വന്ന പദത്തിനാണ് മുസ്തസ്ന മിൻഹു എന്ന് പറയാ. ഇങ്ങനെ ഇസ്തസ്ന ചെയ്യുമ്പോൾ 3 വിധിയാണുള്ളത്. ഒന്ന്, മുസ്തസ്ന മിൻഹു പറയപ്പെട്ട പോസിറ്റീവായ സെന്റൻസ്. ഇതാണ് ഒരു പാറ്റേൺ, നല്ലോണം മനസ്സിലാക്കി വെക്കണേ. മുസ്തസ്ന മിൻഹു പറയപ്പെട്ട പോസിറ്റീവ്, ഞാൻ അതിനാണ് മുസ്തസ്ന മിൻഹു ഏതാണ്, മുസ്തസ്ന എന്താണ്, ഹർഫുൽ ഇസ്തസ്ന എന്താന്നൊക്കെ പറഞ്ഞു തന്നത്. ഇവിടെ തുല്ലാബാണ് മുസ്തസ്ന മിൻഹു, അത് പറഞ്ഞിട്ടുണ്ട്. സെന്റൻസ് പോസിറ്റീവാണ്. അവിടെ മുസ്തസ്ന മിൻഹുവിന് മുസ്തസ്നക്ക് നെസ്ബ് നിർബന്ധമാണ്. ഹാമിദൻ എന്നേ പറയാൻ പറ്റൂ. ഇത് ഒരു നിയമം. മുസ്തസ്ന മിൻഹു പറയപ്പെട്ട പോസിറ്റീവായ സെന്റൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ലക്ക് ശേഷമുള്ള ഇസ്തസ്നക്ക് നെസ്ബ് നിർബന്ധമാണ്. വിശാലമായ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന്, മുസ്തസ്ന മിൻഹു പറഞ്ഞതാണ് സെന്റൻസ് നെഗറ്റീവാണ്. അപ്പൊ അവിടെ 2 രൂപത്തിൽ ഏറാബ് പറയാം. അപ്പൊ മാ ജാ തുല്ലാബു, തുല്ലാബ് അവിടെയും പറഞ്ഞിട്ടുണ്ട്. മാ ജാ എന്നാണ്, ജാ അല്ല, നെഗറ്റീവാണ്. അപ്പൊ അവിടെ ഹാമിദൻ എന്ന് നെസ്ബ് കൊടുത്തുകൊണ്ടും പറയാം. തുല്ലാബു എന്നതിന്റെ ഏറാബ് തുല്ലാബു എന്നായതുകൊണ്ട് ഹാമിദുൻ, ഈ തുല്ലാബി എന്നായിരുന്നെങ്കിൽ ഹാമിദിൻ, അതിനോട് യോജിച്ചുകൊണ്ടും പറയാം. മുസ്തസ്നാമിന് പറയപ്പെട്ട നെഗറ്റീവ്. അപ്പൊ മുസ്തസ്നാമിന് പറയപ്പെട്ട പോസിറ്റീവിന് നെസ്ബ് നിർബന്ധം, മുസ്തസ്നാമിന് പറയപ്പെട്ട നെഗറ്റീവിന് നെസ്ബും ചെയ്യാം. തൊട്ട് മുമ്പുള്ള മുസ്തസ്നാമിൻഹുവിന്റെ ഏറാബും കൊടുക്കാം. ഇനി മൂന്നാമത്തത്, മുസ്തസ്നാമിന്നു കളയപ്പെട്ടത്. മാ ജാ ഇല്ല ഹാമിദുൻ, മുസ്തസ്നാമിന്നു കളയപ്പെട്ടത് നെഗറ്റീവേ വരൂ, പോസിറ്റീവ് വരൂല. അപ്പൊ പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വേർതിരിക്കേണ്ട. മുസ്തസ്നാമിന്നു കളയപ്പെട്ടതാണെങ്കിൽ ഇല്ലമെല്ലാം മാറ്റിവെച്ചാൽ സെന്റൻസിൽ എന്താണോ ഏറാബ് ആ ഏറാബ് അങ്ങ് കൊടുക്കുകയും ചെയ്യുക. ഇപ്പൊ ഏതുപോലെ മാ ജാ ഇല്ല ഹാമിദുൻ എന്നാണ് പറയാ. എന്തുകൊണ്ട്? ഇല്ല ഒഴിവാക്കിയാൽ മാ ജാ ഹാമിദുൻ എന്ന ഫായിലിന്റെ സ്ഥാനത്താണ്. ഇനി മാ റഅയ്തു എന്നായിരുന്നെങ്കിൽ ഇല്ല ഹാമിദൻ എന്നാ പറയാ. കാരണം ഇല്ല ഒഴിവാക്കിയാൽ മാ റഅയ്തു ഹാമിദൻ എന്നാണ് പറയാ. അപ്പൊ ഇല്ല ഒഴിവാക്കിയാൽ എന്താണോ ആ ഇറാബ് കൊടുക്കണം. മുസ്തസ്നാമിന്നു കളഞ്ഞ സ്ഥലത്ത് ഇവിടെ തുല്ലാബ് വന്നില്ല, മുസ്തസ്നാമിന്നു പറഞ്ഞില്ല. ഇതാണ് ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പോഴുള്ള നിയമം. അത് എപ്പോഴും ഓർത്ത് വെക്കുക. ഒന്നുകൂടി പറയാം. മുസ്തസ്നാമിന്നു പറയപ്പെട്ട പോസിറ്റീവ് നെസ്ബ് നിർബന്ധം, മുസ്തസ്നാമിന്നു പറയപ്പെട്ട നെഗറ്റീവ് നെസ്ബും ചെയ്യാം, മുസ്തസ്നാ മിൻഹുവിന്റെ ഇറാബും കൊടുക്കാം. മുസ്തസ്നാമിന്നു കളയപ്പെട്ടതാണെങ്കിൽ ഇല്ല ഒഴിവാക്കിയാൽ സെന്റൻസിൽ എന്താണ് ഇറാബ് അത് കൊടുക്കുകയും ചെയ്യാന്നാണ്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വന്നാൽ നോക്കൂ, മൂന്നാമത്തോ നാലാമത്തോ മുസ്തസ്നാമിന്നു പറയപ്പെട്ടതാണ്, 1ഉം 2ഉം മുസ്തസ്നാമിന്നു പറയപ്പെടാത്തതാണ്. അപ്പം മുസ്തസ്നാമിന്നു പറയപ്പെട്ട നെഗറ്റീവാണ് 3ഉം 4ഉം. ഇപ്പൊ നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? നെസ്ബും കൊടുക്കാം, മുമ്പുള്ളതിന്റെ ഇറാബും കൊടുക്കാം. അപ്പൊ മാ സ്വഹിബനി അഹദുൻ, അഹദുൻ എന്ന് പറഞ്ഞ ഇറാബ് വെച്ചുകൊണ്ട് വാലിദു എന്നും പറയാം. അഹദുൻ എന്നത് പരിഗണിക്കാതെ നെസ്ബ് എന്ന നിലക്ക് വാലിദ എന്നും പറയാം. മുസ്തസ്നാമിന്നു പറയപ്പെട്ട നെഗറ്റീവ് ആയതുകൊണ്ട് 1ഉം 2ഉം മുസ്തസ്നാമിന്നു കളയപ്പെട്ടതാണ്. മുസ്തസ്നാമിന്നു കളയപ്പെട്ടെടുത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇല്ല ഒഴിവാക്കിയാൽ എന്താണോ ആ ഇറാബ് കൊടുക്കണം. ഇവിടെ ഇല്ല ഒഴിവാക്കി കഴിഞ്ഞാൽ ലാ യക്സിബു സിക്കത്തൽ ജുംഹൂർ, ആ ജുംഹൂറിന്റെ ഒരു സിക്കത്ത് നേടുകയില്ല, അവരുടെ ഉറപ്പ് നേടുകയില്ല, അല്ലൊരു സിക്കത്ത് നേടുകയില്ല. മുഖ്ലിസൂൻ എന്നുള്ള ഫായിലിന്റെ സ്ഥാനത്താണ്. ലാ യക്സിബു എന്നത് ഫിഅലാണ്, സിക്കത്ത് എന്നത് മഫ്ഊലും ബിഹി മൻസൂബാണ്,
ജുംഹൂർ എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. ഇനി ഫായിലിന്റെ സ്ഥാനത്താണ് വരുന്നത് മുഖ്ലിസൂൻ എന്നുള്ളത് ജമ്മു മുദക്കർ സാലിമാണ്. അത് വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറും എന്നതാണ് അതിന്റെ ഏറാബ്. അപ്പൊ ഇല്ലൽ മുഖ്ലിസൂൻ എന്നുള്ളത് ശരിയാവും, മുഖ്ലിസീൻ എന്നത് തെറ്റാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുന്നത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതില് പിന്നെ ശരിയായ ആൻസർ കൊടുത്ത ഇതാണ്, പക്ഷെ അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. 2 ഫിയലും 4 ഹർഫും 8 ഇസ്മും എന്നാണ് കൊടുത്തത്. സത്യത്തിൽ അങ്ങനെയല്ല. ഇതാണ് ആ സെന്റൻസ്. അതമ്മ തിഫ്ലു ദിറാസതഹുൽ ഇബ്തിദാഇയ വഹാന വഖ്തൽ ഇൽതിഹാഖി ബിസാനവിയത്തിൽ മൗജൂദത്തി ഫിൽ മദീന. അവിടെ ഫിയൽ അതമ്മ എന്നതും ഹാന എന്ന 2 ഫിയലും, ഹർഫ് വാവും ബാവും ഫീയും ഞാൻ പച്ച കളറിൽ കൊടുത്തത്, ഇസ്മ തിഫ്ലി ദിറാസത്ത് ഹാ ഇബ്തിദാഇയ വഖ്ത് ഇൽതിഹാഖ് സാനവിയ മൗജൂദ മദീന എന്ന് 9 ഇസ്മ. 2, 3, 9 എന്നാണ് വരേണ്ടത്. അത് ആൻസർ കീയിൽ അങ്ങനെ ഒരു ആൻസർ വന്നിട്ടില്ല. ശരിയായത് ഇതാണ്. 2 ഫിയല് 3 ഹർഫ് 9 ഇസ്മ എന്നുള്ളതാണ്. إياك أعني واتجهي إلى دار الإمارة فاستأذن الداش داش വായിച്ചാ പോയില്ലേ? ഫായിലാണ്. ഇയ്യാക അഅനി വത്തജിബി ഇലാ ദാരിൽ ഇമാറ, നിങ്ങൾ എന്നെയും കൊണ്ട് ദാറുൽ ഇമാറിലേക്ക് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫസ്തഇദന സമ്മതം വാങ്ങും അൽ അറാബിയായ മനുഷ്യൻ അൽ അമീറിനോട് സമ്മതം വാങ്ങുകയും ചെയ്യും, നിങ്ങൾ കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്ന അറാബി എന്നത് ഫായ. അപ്പോൾ ഒരു ഇബാറത്ത് കൊടുത്ത് അത് ഫായിലാണോ മഫൂലാണോ എന്ന് ചോദിക്കുന്നത്. പിന്നെ ഏകദേശം സെന്റൻസുകൾ വായിച്ച് നമുക്ക് ഗ്രാമർ അറിയാവുന്ന ആളുകൾക്ക് എളുപ്പമാണ്, അല്ലാത്തവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ചോദ്യമായിരിക്കും. അൻതുമ എന്നത് മുൻഫസിലായ ലമീറാണ്. ലമീറുകൾ 3 തരത്തിലാണുള്ളത്. ആദ്യം ലമീറിനെ 2ആയി തിരിക്കും. മുസ്തത്തിറായ ലമീർ, ബാരിസായ ലമീർ. മുസ്തത്തിർ എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുന്നത്, ബാരിസ് എന്നാൽ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നത്. ബാരിസിനെ 2ആയി തിരിക്കും, മുത്തസില് മുൻഫസിൽ. അപ്പൊ ടോട്ടൽ മുസ്തത്തിർ, മുത്തസില്, മുൻഫസിൽ എന്നീ 3 തരത്തിൽ ലമീറുകളുണ്ട്. പല ആളുകൾക്കും സംശയങ്ങൾ ഉണ്ടാവാണ്ട് ലമീറിനെ കുറിച്ച്. അപ്പൊ മുസ്തത്തിറായ ലമീർ എന്ന് പറഞ്ഞാൽ മുഹമ്മദുൻ ദഹബ, മുഹമ്മദുൻ അത് മുബത്തദയാണ്, ദഹബ എന്നത് ഫേലാണ്. അതിൽ ഫായിൽ ഒരു ഹുവ എന്നുള്ള ലമീർ ഉണ്ട്, അതിൽ ഇൻക്ലൂഡ് ആയ ലമീറാണ്, പുറമെ കാണാൻ പറ്റൂല. ആ ലമീറാണ് അവിടെ മുസ്തത്തിറായ ലമീർ എന്ന് പറയാം. അൽ കൽബു യംബഹു, അവിടെയൊക്കെ ഹുവ ഉണ്ട്. ഇനി പൽ ബിന്ദു തദ്ഹബു, അവിടെ ഹി ഉണ്ട്. അവിടെയൊക്കെ എന്താണ് ലമീറുകൾ മുസ്തത്തിറായ ലമീറാണ്. അതെപ്പോഴും മർഫു ആയിട്ട് മാത്രമേ വരികയുള്ളൂ. പിന്നീടുള്ളത് മുത്തസിലായ ലമീറാണ്. ഏതെങ്കിലും ഒരു പദവുമായി ചേർന്ന് വരുന്ന ലമീറുകൾക്കാണ് മുത്തസിൽ എന്ന് പറയാ. സാഫർതു, അബൂക്ക, ലറബന പോലെയുള്ളത് അത് റഫ് ആയിട്ടും ജറായിട്ടും നസ്ബായിട്ടും ഒക്കെ വരാവുന്നതാണ്. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വരുന്നതാണ്, മറ്റൊരു പദവുമായി ചേർന്ന് വരുന്നതല്ല. അതാണ് ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു എന്ന് പറയുന്ന 14 മുൻഫസിലായ മർഫുആയ ലമീറുകളാണ്. ഇതേപോലെ മുൻഫസിൽ മൻസൂബുമുണ്ട്. മുൻഫസിൽ മൻസൂബായ ലമീർ എന്ന് പറയുന്നത് ഇയാഹു ഇയാഹുമാ ഇയാഹും, ഇയാഹ ഇയാഹുമാ ഇയാഹുന്ന, ഇയാക്ക ഇയാക്കുമാ ഇയാക്കും, ഇയാക്ക ഇയാക്കുമാ ഇയാക്കുന്ന, ഇയാ ഇയാന എന്ന് പറയുന്ന 14 ലമീറുകളാണ്. ഇത് ലമീർ മുൻഫസിൽ മൻസൂബാണ്. ചോദ്യത്തിൽ വന്നിട്ടുള്ളത് അൻതുമ എന്നുള്ളതാണ്. അത് ലമീർ മുൻഫസിൽ പെട്ടതാണ്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ മുൻഫസിൽ മർഫൂയിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അങ്ങനെ മുസ്തത്തിറുണ്ട്, മുത്തസിലുണ്ട്, മുൻഫസിലുണ്ട്. 3 തരത്തിൽ ലമീറുകളുണ്ട്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത എളുപ്പമുള്ള ഒരു ചോദ്യമാണ്.
ഓക്കെ, ഫീലും ഫായിലും ചേർന്ന് വന്നിട്ടുള്ള ജുംലയാണ് ജുംലത്തുൽ ഫീലിയ. രണ്ട് തരത്തിലുള്ള ജുംലയാണ്. മുബ്തദ ഖബർ ചേർന്ന് വന്നാൽ ഇസ്മിയ ജുംലയും, ഫീലും ഫായിലും ചേർന്ന് വന്നാൽ ഫീലിയ ജുംലയുമാണ് എന്നുള്ളത് എന്താ പറയുക, പ്രാഥമിക വിവരങ്ങൾ അറിയാവുന്നവർക്കൊക്കെ കിട്ടാവുന്ന ആൻസറാണ്. 15 മാ അജ്മലൽ ഖമറ ഫിൽ ലൈലി ഇൻ ളഹറ. രാത്രിയിൽ അത് വെളിവായി കഴിഞ്ഞാൽ ആ ചന്ദ്രൻ എന്തൊരു ഭംഗിയാണ്. ഇവിടെ നസ്ബ് എന്നുള്ളതാണ് കൊടുത്തത്. ശരിക്ക് പറയുകയാണെങ്കിൽ അജ്മല എന്നുള്ളത് അത് ഫതഹിന്റെ മേൽ മബ്നിയാണ്. അപ്പൊ ഫതഹിന്റെ മേൽ മബ്നി എന്നുള്ളത് ഒന്നും കൂടി ആപ്റ്റ് ആയത്. അത് ഓപ്ഷനിൽ അങ്ങനെ വന്നിട്ടില്ല. എന്നാലും നസ്ബ് എന്ന് അതിനോട് യോജിച്ചതാണ് എന്ന നിലക്ക് എഴുതാവുന്നതാണ്. ചിലത് അങ്ങനെ ഉണ്ടാവും കേട്ടോ, ഓപ്ഷനിൽ നമുക്ക് കറക്റ്റ് കാണാൻ കഴിയില്ലെങ്കിൽ ഏകദേശം സ്യൂട്ട് ആയത് അങ്ങ് എഴുതി വെക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ശരിയാവാം. ഇനി അത് ആൻസർ ഇല്ല എങ്കിൽ അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ബാധിക്കുകയില്ല. 16 ഇതും വലിയ പ്രയാസമില്ലാത്തതാണ്. ബഅദൽ ഹുസൂലി അൽ ഹാസുബ തൗസീലിൽ ഇന്റർനെറ്റ് കതബ ഫുആദി ഔമിയത. സിലകൾ വളരെ മനസ്സിലാക്കി വെക്കുന്നത് ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ്. എഴുതുന്ന സമയത്തൊക്കെ ഇഷ്തമല അല, ഹസല അല എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ സില എഴുതാൻ ഏതാണെന്ന് മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. ഇപ്പോ ഇതിനു മുമ്പ് വേറെ ആരൊന്നും ഇവിടെ തെറ്റി റിസർച്ച് ചെയ്യുന്നതിൽ ഹെഡിങ് തന്നെ ഒരു മിസ്റ്റേക്ക് വന്നതിനൊരിക്കും സാഹമ ഫി എന്ന് പറയുന്നതിൽ തെറ്റിച്ച് എഴുതിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കും. നമുക്ക് സില ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഹസലയ്ക്ക് ശേഷം അലയാണ് വരിക. ബഅദൽ ഹുസൂലി അലൽ ഹസൂബി എന്നാണ് പറയുക. അത് പിന്നെ ഒരു ഫിഅലിന്റെ കൂടെ ചേർന്ന് വരുന്ന സിലയുമായി ബന്ധപ്പെട്ട ഭാഷ, അതായത് സ്പോക്കൺ അറബിക്കും അല്ലെങ്കിൽ വായനയും ഒക്കെ നന്നായിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. യഈശു നാസു ഡാഷ് യൂജദുൽ മൗ. ശരിയായത് ഒന്നാമത്തതാണ്. ഹൈസു എന്നുള്ളത് ലർഫ് സമാനായിട്ടും ലർഫ് മക്കാനായിട്ടും ഉപയോഗിക്കുന്നതാണ്. ഏത് സ്ഥലത്ത് എന്നും ഏത് സമയത്ത് എന്നും പറയാൻ പറ്റുന്നതാണ്. മാത്രമല്ല എപ്പോഴും അത് ജുംലയിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് വരുന്ന പദമാണ്. ശേഷമുള്ള ജുംലയായിരിക്കും അതിന് മുലാഫിലിന്റെ സ്ഥാനത്ത് വരിക. അപ്പൊ യഈശു നാസു ജനങ്ങൾ ജീവിക്കുന്നു എവിടെ, എവിടെ എന്നുള്ളത് പിന്നെ ഹൈതു യൂജദുൽ മാഉ വെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് എന്ന് ലർഫ് മക്കാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഹൈതു എന്നതാണ് ശരിയായ ആൻസർ. ബാക്കിയൊന്നും അവിടെ ശരിയാവില്ല. 18 ഈ ചോദ്യം നേരത്തെ ഞാൻ പറഞ്ഞ ഫായിലിനനുസരിച്ച് ഫേല് മാറുന്നത് പറഞ്ഞത് ബന്ധപ്പെട്ട ചോദ്യം. ഇതും എളുപ്പമാണ്. കാരണം എന്താ അറിയോ, അൽ ആമിലൂന അഞ്ചസ് നമ്മൾ അവിടെ പിന്നെ അർ റജുലു ജാ അർ റജുലാനി ജാ അരിജാലു ജാഊ എന്ന് പറഞ്ഞതുപോലെ ആമിലൂന അഞ്ചസൂ എന്നാണ്. ഇനി തിരിച്ച് പറയുമ്പോൾ എങ്ങനെ പറയണം? അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫായില് മുദക്കർ മുഅന്നസിനനുസരിച്ച് ഫീലിന് മുദക്കർ മുഅന്നസും എന്നാക്കും. അല്ലാതെ തസ്നിയ ആണെങ്കിലോ ജം ആണെങ്കിലോ ജാ അർ റജുലു എന്ന് പറയും. റജുലാനി ആണെങ്കിലും ജാ അർ റജുലാനി എന്നാ പറയാ. റിജാലാണെങ്കിൽ ജാക്ക് മാറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഞ്ചസൂ എന്ന് തുടക്കത്തിൽ എഴുതുമ്പോൾ തെറ്റാണ്. അൽ ആമിലൂൻ ആദ്യം പറഞ്ഞിട്ട് അഞ്ചസ പറഞ്ഞത് കൊണ്ട് അഞ്ചസൂ എന്ന് പറഞ്ഞത്. ഫസ്റ്റിൽ വരുമ്പം അഞ്ചസൽ ആമിലൂനൽ മഷ്റൂ എന്നേ പറയാൻ പറ്റൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അലാമത്തുൽ ഫിഇൽ ഇറാബുൽ ഫറഇയ അതിൽ നിന്ന് വീണ്ടും വന്നു. ഫറഇയായ ഇറാബുമായി ബന്ധപ്പെട്ട ഒന്നാണ് ജംഉ മുഅന്നസ് സാലിം. ശരിയായത് ലമ്മത്ത് കൊണ്ടാണ്. കാരണം ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത് അലിഫ് കൊണ്ടും താ കൊണ്ടും ജമ്മാക്കുന്ന ജമ്മിനാണ് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയാം. മുസ്ലിമത്ത് മുസ്ലിമാത്തൊക്കെ പോലെയുള്ളത്. ആ ജംഉ മുഅന്നസ് സാലിമിന്റെ ഇറാബ് ലമ്മത്ത് കൊണ്ട് റഫ്ഉം കെസ്റത്ത് കൊണ്ട് നസ്ബും ജറും എന്നതാണ്. റഫ് ചെയ്യ ലമ്മത്ത് കൊണ്ട് തന്നെ, അവിടെ മാറ്റല്ല. പക്ഷെ നസ്ബ് ചെയ്യുന്നത് കെസ്റത്ത് കൊണ്ടാണ്, ഫതഹത്ത് കൊണ്ടല്ല. ജറിലും മാറ്റമില്ല. അപ്പൊ ജറും സാധാരണ പോലെയാണ്, റഫും സാധാരണ പോലെയാണ്. നസ്ബ് മാത്രമാണ് മാറുന്നത്. അപ്പൊ എവിടെങ്കിലും ഒന്നിൽ മാറിയാലും അത് എന്തിൽ വരാം? അലാമാത്തുൽ ഇറാബിൽ ഫറഇയയിൽ വരാം.
മൂന്നും ഒരുപോലെ വ്യത്യാസമില്ലാതെ വന്നാലേ അസുലിയായതിൽ വരൂ. അപ്പൊ ജമ്മു മുഅന്നസ് സാലിമിന് ലമ്മത്ത് കൊണ്ട് റഫ്ഉം കെസ്റത്ത് കൊണ്ട് നസ്ബും ജെറും എന്നുള്ളതാണ്. ചോദിച്ചത് റഫ് എങ്ങനെയെന്നാണ്. അത് ലമ്മത്ത് കൊണ്ടാണ്, മാറ്റമില്ല. ഇനി ജെറ് ചോദിച്ചാലും അതിലും മാറ്റം ഉണ്ടാവൂല. നസ്ബ് ചോദിച്ചാൽ അവിടെ കെസ്റത്ത് കൊണ്ട് എന്നതുമാകും ശരിയായ ആൻസർ. വളരെ സിമ്പിളായ മറ്റൊരു ചോദ്യമാണ്. ലൈസ മിൻ അഖ്വാതി കാന. ഡിയും എയും ഒക്കെ ആൻസർ വരുന്നുണ്ട്. ശരിയായത് എ ആണ്. കാരണം കാനയുടെ അഹ്വാത്തിൽ പെടാത്തത് ഏത് എന്നാ? ലൈത്ത ഇന്ന അഹ്വാത്തിൽ പെട്ടതല്ലേ. അസ്ബഹയും ലല്ലയും മാബരിയും മംഫക്ക അതൊക്കെ ഏതിൽ പെട്ടതാ? കാന അഹ്വാത്തിൽ പെട്ടതാണ്. അസ്ബഹയാണ്, ലല്ലയാണ്, മാബരിയൊക്കെ. ലൈത്ത എന്നത് ഇന്ന അഹ്വാത്തിൽ പെട്ടതാണ്. ഇന്ന അന്ന കാന ലാക്കിന ലൈത്ത ലാല്ല എന്നുള്ളതാണ്. അപ്പൊ കാന അഹ്വാത്തിൽ പെടാത്തത് ലൈത്തയാണ്. ഫാത്തിമ വ നാജിയ വ നാഫിയ. ഇവിടെയും എളുപ്പമാണ്. നേരത്തെ നമ്മൾ ആ പറഞ്ഞ നിയമം അനുസരിച്ചാണ്. ആദ്യം ഈ പറഞ്ഞ ഫായിലായിട്ട് വരുന്ന അല്ലെ മുബത്തദയായിട്ട് വന്ന പദത്തിനെ പറഞ്ഞു. അവിടെ ജമ്മാണ്, ജമ്മു മുഅന്നസ് ആണ്. ഫാത്തിമയുണ്ട്, നാജിയുണ്ട്, നാഫിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും യഅമൽന എന്നുള്ള ജമ്മു മുഅന്നസ് ആക്കി പറയൽ നിർബന്ധമാണ്. ഇവിടെയും തിരിച്ചു പറഞ്ഞാലോ, ഫാത്തിമയും നാജിയയും നാഫിയന്റെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തഅമലു ഫാത്തിമ വ നാജിയ വ നാഫിയ എന്നേ പറയൂ. ഇൻജാസ് എന്നതിന്റെ ജമ്മു ഇൻജാസാത്ത് എന്നാണ് ജമ്മ്. ഇൻജാസിന്റെ ജമ്മ്. കാരണം ജമ്മു മുഅന്നസ് സാലിമായിട്ടാണ് അതിനെ ജമ്മാക്കുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജമ്മു മുഅന്നസ് സാലിമാക്കുന്ന പ്രധാനമായുള്ള 10 എണ്ണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, മുഅന്നസായ അലം വന്നു കഴിഞ്ഞാൽ അതിനെ ജമ്മു മുഅന്നസ് സാലിമാക്കിയിട്ടാ പറയാ. ഫാത്തിമയ ഫാത്തിമാത്ത്, മറിയമിനെ മറിയമാത്ത്. അതെന്തുകൊണ്ടാ? മുഅന്നസായ അലമ. മറ്റൊന്ന്, താഴ് കൊണ്ട് അവസാനിച്ച പദം ഷജറത്ത്, ഷജറാത്ത്, വറക്കത്ത്, വറക്കാത്തും ഒക്കെ. മറ്റൊന്ന് പിന്നെ മുഅന്നസായ സിഫത്ത്, വിശേഷണമാണ്, അലമല്ല. അതൊന്നെങ്കിൽ താ ഉള്ളതാണ് അല്ലെ തഫ്ലീൽ ഉള്ളതാണ്. അപ്പൊ മുർലിഅത്ത് എന്ന് പറഞ്ഞാൽ താ ഉള്ളത്, അപ്പൊ മുർലിആത്ത്. ഫുദല എന്ന് പറഞ്ഞ ഇസ്മു തഫ്ലീലാണ്, അപ്പൊ ഫുദലയാത്ത്. അങ്ങനെയുള്ള സിഫത്തുകൾ ഇതൊക്കെ ജമ്മു മുഅന്നസ് സാലിമാക്കും. അതുപോലെ ഐറ് ആക്കിലിന്റെ സിഫത്ത്, ഐറ് ആക്കിലായ മുദക്കറിന്റെ സിഫത്ത്. ഇപ്പൊ ജബലുൻ ഷാഹിഖു എന്ന് പറയും. ജബലിന്റെ സിഫത്തായിട്ട് ഷാഹിഖ്, ഉയർന്ന പർവ്വതം. എന്നാൽ ജിബാൽ എന്ന് പറയുമ്പോ ഷാഹിഖിനെ ഷാഹിഖൂന എന്നല്ല പറയാ, ഷാഹിഖാത്ത് എന്ന് പറയും ഐറ് ആക്കിലിന്റെ സിഫത്തായിട്ട് വരുമ്പോൾ. പിന്നെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് മസ്തറുൽ മുജാവിദ് സലാസത്ത് അഹ്റഫ്, 3 അക്ഷരത്തിനേക്കാൾ കൂടുതൽ വന്നിട്ടുള്ള മസ്തർ, 3 അക്ഷരത്തിൽ കൂടുതലുള്ള മസ്തറാണ്. അതിനെ ജമ്മാക്കുമ്പോൾ ജമ്മു മുഅന്നസ് സാലിമാക്കുക. ഇപ്പൊ ഇക്റാം എന്നത് മസ്തറാണ്. അക്രമ യുക്രിമു ഇക്റാം. അതിന് ജമ്മ എങ്ങനെ? ഇക്രാമാത്ത്. തൈരീഫ് എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞ തൈരീഫ്, അത് അറഫയു അരിഫ് തൈരീഫ് എന്ന് മസ്തറാണ്. തൈരീഫിന്റെ ജമ്മന തൈരീഫാത്ത് അല്ലെ. തംരീന് മറന യുമരിനു തംരീൻ, അത് മസ്തറാണ്. നമ്മൾ തംരീനാത്ത് എന്നല്ല പറയല്. എന്തുകൊണ്ട്? അതൊക്കെ 3 അക്ഷരത്തിൽ കൂടുതലുള്ള മസ്തർ ആയതുകൊണ്ട്. അതുപോലെയാണ് ഇൻജാസ് എന്ന് പറയുന്നത്. അഞ്ചസ യുൻജിസു, ഇൻജാസ് എന്നത് മസ്തറാണ്. അതിനെ ജമ്മാക്കുമ്പം ഇൻജാസാത്ത് എന്ന് പറയണം. ഇസ്ഹാം, അസ്ഹമ യുസ്ഹിമു ഇസ്ഹാം എന്നാണ്, ഇസ്ഹാമാത്ത് എന്നാണ് പറയാ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? 3 അക്ഷരത്തിൽ കൂടുതൽ വരുന്ന ഏത് മസ്തറിനെയും ജമ്മാക്കുമ്പം ജമ്മു മുഅന്നസ് സാലിമായിട്ട് പറയണം എന്ന നിയമത്തിലാണ് ഈ വന്നിട്ടുള്ള ജമ്മുള്ളത്. പിന്നെ ഏതും ഐറ് ആക്കിലിന്റെ മുദക്കർ മുസഖറായി തസ്ഗീറാക്കി പറയാം. ദുറൈഹിം, കുത്തയ്യീബ് ഒക്കെ ജമ്മാക്കിയാൽ ദുറൈഹിമാത്ത്, കുത്തയ്യീബാത്ത് എന്നാണ് പറയാം. ഒക്കെ ജമ്മു മുഅന്നസ് സാലിമിൽ വരുന്നതാണ്. മറ്റൊന്ന് മംദൂദയുടെ അലിഫ് കൊണ്ട് അവസാനിച്ചത് സഹ്റ, അദ്റ ഒക്കെ സഹ്റാവാത്ത്, അദ്റാവാത്ത് എന്ന് പറയും. മക്സൂറയുടെ അലിഫ് കൊണ്ട് അവസാനിച്ചത് ദിക്റ, മുസ്തഷ്ഫ ഒക്കെ ജമ്മാക്കുമ്പോൾ ദിക്റയാത്ത്, മുസ്തഷ്ഫയാത്ത് എന്ന് പറയും. പിന്നെ മറ്റൊരു ജമ്മില്ലാത്ത അനർബിയായ ഏത് പദമാണെങ്കിലും, ഇപ്പൊ തിൽഫൂൺ, വിറ്റാമീനാത്ത്, വിറ്റാമീൻ, തിൽഫൂൺ എന്ന ടെലിവിഷൻ, അതൊക്കെ അറബിവൽക്കരിക്കപ്പെട്ട തൈരീബ് ചെയ്ത പദങ്ങൾ എന്നാ പറയാ. അനർബിയായ പദങ്ങളാണ്. ഇതിന് ജമ്മാക്കുമ്പോൾ തെൽഫ്യൂനാത്ത്, ഫിത്താമീനാത്ത് എന്നാണ് പറയാ. മറ്റൊന്ന് താ ഉള്ള മുദക്കറായതാട്ടെ, മുദക്കറായതാണ് ജമ്മാക്കുമ്പോ അങ്ങനെ പറയാ.
ത്വൽഹത്ത്, ഹംസ എന്നൊക്കെ താഴെയുള്ള മുദക്കറായ പേരാണ്. അപ്പൊ ജമ്മാക്കുമ്പോ ഹംസാത്ത്, ത്വൽഹാത്ത് എന്ന് ജമ്മാക്കാണ് ചെയ്യുക. ഇതാണ് ജമ്മു മുഅന്നസ് സാലിമിൽ വരിക. അപ്പൊ അതിൽപ്പെട്ടതാണ് 3ൽ കൂടുതൽ അക്ഷരമുള്ള മസ്തറിന്റെ ജമ്മാക്കുമ്പം ജമ്മു മുഅന്നസ് സാലിം ആക്കണം എന്നുള്ളത്. അതിൽപ്പെട്ട നിയമമാണ് വന്നിട്ടുള്ളത്. ഇത്രയും ചോദ്യങ്ങളാണ് വന്നത്. അപ്പൊ ഒരുപാട് സമയമായിട്ടുണ്ട്. വഅഖ്തദിമു കലാമി ബിഹാദാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി എന്തെങ്കിലും പ്രധാന ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവാത്താണ് വീണ്ടും കേട്ട് തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഡൗട്ടുകളുണ്ട്, ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ലൊരു സെഷൻ ആയിരുന്നു ഇന്ന് ഹരി സാറിൻ്റെത്. നമുക്കറിയാം നഹ്വിന്റെ ബഷീർ സാറ് പറഞ്ഞ പോലെ തന്നെ നഹ്വ് മറന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് വീണ്ടും നഹ്വ് എളുപ്പാക്കി തന്നത് ഹരി സാർ തന്നെയാണ്. സാറിനൊരു റിക്വസ്റ്റ് ഉണ്ട്, നമുക്കൊരു 15 ക്ലാസ്സുകൾ ലൈവായിട്ടല്ല, സാർ പേടിക്കണ്ട. എനിക്ക് തോന്നുന്നു സാർ എടുത്ത 15 ക്ലാസ്സിൽ നിന്നാണ് അന്ന് തൊട്ട് ഇന്ന് വരെ കഴിഞ്ഞ PSCയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സാറിന് അറിയില്ല, ഒരു 15 ക്ലാസ് നമ്മൾ വേറൊരു ഗ്രൂപ്പിന് എടുത്തു കൊടുത്ത ക്ലാസ്സുകളാ. ആ 15 ക്ലാസ് സാറിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്താൽ മതി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ലൈവ് സെഷൻ വേണ്ട. ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുൾ ആയിട്ടില്ല. അപ്പൊ അതത് ചെയ്തു, ഈ ഫുറൂഇ അയറാമുകൾ ചെയ്തു, ഇപ്പൊ ഹാല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരും, സമയത്തിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാ സാർ അത്, കാരണം ഇനി UP എക്സാമും കൂടെ കഴിഞ്ഞ് നമുക്കൊരു എക്സാം വരണമെങ്കിൽ 2-3 വർഷം കാത്തിരിക്കണം. അപ്പോൾ എനിക്ക് ആ ഒരു 15 ക്ലാസ് അങ്ങനെ ഓർഡർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നഹ്വ് പിന്നെ പഠിക്കാൻ വേറെ എവിടെയും പോകണ്ട. എനിക്കുള്ള അനുഭവമാണ്. അപ്പോൾ സാറ് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നോട്. ഈ അവസരത്തിൽ കുട്ടികൾ മുമ്പ് തന്നെ ചോദിക്കുകയാണ്, സാറിന്റെ യൂട്യൂബിൽ ഇട്ടാൽ മതി, ആ ലിങ്ക് സാർ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തത്, അതിനുള്ള സമയം, അത് നമ്മൾ സൈഡ് ആണല്ലോ, അത് മെയിൻ വേറെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോകുന്നതാണ്. സാറിന്റെ യൂട്യൂബ് ചാനൽ HP നെറ്റ് ആട്ടോ, HP നെറ്റ് എന്ന് പറയുന്നതാണ് സാറിന്റെ യൂട്യൂബ് ചാനല്. അപ്പൊ സാർ അങ്ങനെ ക്ലാസ് ഒക്കെ തരുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇസ്തിസ്നാക്ക് വേറെ ഇവിടുന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞാനൊക്കെ കേട്ടോ, സാർ എടുക്കുമ്പോഴാണ് അറിയുന്നത് പോലും. അപ്പോൾ ഇൻഷാ അല്ലാ സാർ അങ്ങനെ ക്ലാസ് തരാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഉപകാരമായിരുന്നു. പിന്നെ ബഷീർ സാർ പറഞ്ഞ പോലെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, വേറൊന്നും ആഗ്രഹിക്കാതെ. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് സാറിനോട് ക്ലാസ് തരുമോന്ന് പോയി ചോദിക്കുക. അപ്പോ ഒരിക്കൽ പോലും, മിക്കവാറും ഞാനായിരിക്കുള്ളൂ സാറിനോട് ക്ലാസ് തരുമെന്ന് പോയി ചോദിക്കുക, പക്ഷെ ഒരിക്കൽ പോലും എന്നോട് നോന്ന് സാറ് പറഞ്ഞിട്ടില്ല. പൽമുർഷിദിന്റെ കൂടെ ഇതുപോലെ സാറിന്റെ സമയം ഇടയ്ക്കെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് തരിക, പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക, സാറിനെയും സാറിന്റെ കുട്ടികളെയും വൈഫിനെ എല്ലാവരെയും, സാറിന്റെ കുടുംബത്തെ മുഴുവനായിട്ടും ഉൾപ്പെടുത്തുക. പിന്നെ സാറിന് നമുക്ക് അറിവ് തരുന്നത് കൊണ്ട് തന്നെ സാർ ഒരുപാട് ഉയരത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനത്തെ മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്കൊക്കെ ഉപകാരമുള്ളൂ, അല്ലേ? അതായത് അത്രയും ഫ്രീ ആയിട്ടാണ്. ഇത്ര അൽമുർഷിദ് എനിക്ക് തോന്നുന്നത് കുറെ കാലമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ നഹ്വിന്റെ ക്ലാസ് എടുക്കാൻ സാറുണ്ട്. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യനൊക്കെ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല മക്കളെ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, കൂട്ടത്തിൽ ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നണു. സത്യത്തിൽ ഇപ്പോ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ 1-2 തെറ്റിച്ചത് ഇവിടെ ഇങ്ങനെ തെറ്റി എന്നുള്ളൊരു ചിന്തയായി പോയി. എന്തൊരു എളുപ്പമാണ് സാർ പറയുമ്പോൾ നമുക്ക് നഹ്വിന്റെ ക്വസ്റ്റ്യൻസ്. ഇൻഷാ അല്ലാ നമ്മളെല്ലാവരെയും ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് റബ്ബ് സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. വേറൊന്നും നിങ്ങളോട് പറയാനില്ല. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ വേണ്ടി ശ്രമിക്കുക, പരിശ്രമിക്കുക, ലക്ഷ്യം എത്തുന്നത് വരെ നിങ്ങൾ പരിശ്രമിക്കുക. അപ്പൊ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.